ഏകദേശം 1.6K റുപ്പീസാണ് ഞാൻ ജസ്റ്റ് 5 ഡേയ്സ് കൊണ്ട് ഡിജിറ്റൽ പ്രോഡക്റ്റ് മാത്രം സെല് ചെയ്തത്. ആൻഡ് വേറൊരു കാര്യം, നമ്മുടെ 2026 നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ്, അതായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇ-കൊമേഴ്സ് ബിസിനസ് ഞാൻ പറയും ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണെന്ന് പറയും. കാരണം നിങ്ങൾക്ക് സീറോ കോസ്റ്റിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ബിസിനസ് മോഡലാണ്. ഇതിന് ഏജ് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ഒന്ന് കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. ആൻഡ് ഹൈ പോയിന്റ്സ് തരിക, ലൈക്ക് അടിക്കേണ്ട മറക്കണ്ട. സോ നമുക്ക് നേരെ വിട്ടിട്ട് പോകാം. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം 1.6K റുപ്പീസാണ് നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല് ചെയ്തുകൊണ്ട് ഏൺ ചെയ്തത്. ആൻഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഇതിനകത്ത് വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഞാൻ ആരാണ് ചോദിക്കുന്നത്, എൻ്റെ പേര് അഭിഷേകാണ്. സോ ഞാൻ ഈ ഒരു 2+ years ആയിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് ഫീൽഡിലുണ്ട്. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സോ നിങ്ങൾക്കും ഈ ടിപ്പ് ഫോളോ ചെയ്തതിന് ശേഷം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ്, നിങ്ങൾ ഈ ബിസിനസ് ചൂസ് ചെയ്യാനായിട്ട് വരുന്നത് നിങ്ങൾക്കൊരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമുണ്ട്. ദെൻ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ആക്കാം. ആൻഡ് ആ ഒരു പ്രോഡക്റ്റിന് സ്പെഷ്യലായുള്ള ഒരു റേറ്റ് ആക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ആക്കുന്നത് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്, നമ്മൾ ഫിസിക്കൽ പ്രോഡക്റ്റിലേക്ക് പോകുന്നില്ല. അതിൽ രണ്ടല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫിസിക്കൽ പ്രോഡക്റ്റിൽ പോകാത്തത്, ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് നമുക്ക് ഷിപ്പിംഗ് ചാർജസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഫിസിക്കൽ പ്രോഡക്റ്റ് ലൈക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് കമ്പനീസിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഓഫ് കോഴ്സ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് കുറേ സമയം എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്നൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈവൻ്റ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു 4 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 8 ദിവസത്തിനുള്ളിൽ എനിക്ക് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. സോ രണ്ടാമതാണ് ഷിപ്പിംഗ് ചാർജ്, പിന്നെ വരുന്നത് ടൈം കോസ്റ്റ്. ഓക്കെ, കുറച്ച് ടൈം വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സംഭവമൊക്കെ ഡിജിറ്റൽ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നില്ല. ഇപ്പോൾ ഒരാൾ ഓൺലൈൻ ത്രൂ നമ്മുടെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താണ് ആ ഒരു ക്യാഷും കിട്ടുന്നുണ്ട്. അതാണ് മെയിൻ തിങ്. രണ്ടാമത്തത് ടൈം കോസ്റ്റ് വരുന്നില്ല. ഓക്കെ, നമ്മൾ ആ 5 ദിവസം 7 ദിവസം എടുക്കുന്നില്ല, അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കസ്റ്റമറിന് ഹാപ്പി, നമുക്ക് എന്താണ് ക്യാഷ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ പ്രോഡക്റ്റ് മാറ്റിയതിന് ശേഷം ഡിജിറ്റൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. സോ ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് AI യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ എല്ലാം നമ്മൾ AI യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ AI ഡ്രോപ്പ് ഷിപ്പിംഗ് പറയണക്ക് തന്നെ നമ്മളെന്താണ് എല്ലാ സംഭവവും നിങ്ങൾ AI യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണ് അതിനനുസരിച്ചാണ് നമുക്ക് സെയിൽസ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്യാനായിട്ട് പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാറ്റഗറി ചൂസ് ചെയ്യാം. ഈ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പറയാം, നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കോഴ്സസ് ഒരു കാറ്റഗറിയാണ്. നമ്മുടെ ഇ ബുക്ക്, ടെംപ്ലേറ്റ്സ്, പോസ്റ്റേഴ്സും ടെംപ്ലേറ്റ്സ് നമുക്ക് ഒന്നിച്ച് വെക്കാം. ഓക്കെ, സോ അത് കഴിഞ്ഞ ശേഷം ഓൺലൈൻ മെന്റർഷിപ്പ്, അതായത് ഇപ്പം നിങ്ങൾക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് കെയർ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ മെന്റർ വയ്ക്കാം, അതായത് ഓൺലൈൻ മെന്റർഷിപ്പ് വയ്ക്കാൻ പറ്റും. ഇപ്പം ജോയിൻ ചെയ്യണമെങ്കിൽ ഇത്ര ഫീസ് തന്നിട്ട് ഇത്ര മണിക്കൂറത്തേക്ക് ഇത്ര ഫീസ് തന്നാൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മെന്റർഷിപ്പ് കാണാൻ കൊടുക്കാം. സോ അതൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്. സോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത് 2026 എല്ലാവരും അഡ്വാൻസ് ലെവലിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ബെസ്റ്റ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും വലിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ അത്യാവശ്യം ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് ബിസിനസ് ആയാലും അത്യാവശ്യം കുറച്ച് ക്യാപിറ്റൽ വേണം. ആൻഡ് നിങ്ങൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യൂ. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സീറോ കോസ്റ്റ് തന്നെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ആക്കിയാൽ ഒരുപാട് പേർക്ക്, ഓക്കെ, വേൾഡ് അറൗണ്ട് ലൈക്ക് ഇന്റർനാഷണൽ സെല് ചെയ്യാം, ഇന്ത്യൻസിന് മാത്രം സെല് ചെയ്യാം, ആൻഡ് മലയാളത്തിന് മാത്രം സെല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഫൈൻഡ് ആക്കാം. ദെൻ നിങ്ങളത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പ്രൈസ് സെറ്റപ്പ് ചെയ്യാം. ദെൻ വെബ്സൈറ്റിൽ അത് പ്രോഡക്റ്റ് ലോഞ്ച് ആക്കാം. ആ ഒരു വെബ്സൈറ്റ് ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, അവർ പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് പ്രോഡക്റ്റും കിട്ടും, നിങ്ങൾക്ക് എന്താണ് ക്യാഷും കിട്ടും. സോ ഇത് പല വേ നമുക്ക് ആക്കാൻ പറ്റും. അതായത് നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്താണ് ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ആക്കുന്നു വിചാരിച്ചു. അപ്പം നമ്മൾ പറയും ഇന്നൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ പറയും, ഫോളോ ചെയ്യുന്ന ശേഷം ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ആര് റീൽ കണ്ട് അവർക്ക് വേണമെങ്കിൽ അവർ ഓഫ് കോഴ്സ് നമ്മളെ ഫോളോ ചെയ്യും ആൻഡ് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കമൻറ്റ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ ഓട്ടോമേഷൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൂൾ തന്നെ നമ്മുടെ ആ ഒരു ലിങ്ക്, അതായത് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ആക്കിയുള്ള ആ ഒരു പ്രോഡക്റ്റ് ലിങ്ക് ഓൾറെഡി ആ ഒരു ബോട്ട് തന്നെ, ആ ഒരു AI ഓട്ടോമേഷൻ ടൂൾ തന്നെ ആ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്ന കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു കസ്റ്റമർ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ക്യാഷ് കയറും. ആ ഒരു
മെത്തേഡ് നിങ്ങളിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും അത് വർക്കായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീലി എത്രമാത്രം റീച്ച് ആവുന്നുണ്ട് അത്രയും കമൻറ്റ്സ് വരും. ഓക്കെ, അത്രയും കമൻറ്റ്സ് വരുമ്പം എല്ലാ കമൻറ്റ്സിനും ആ ഒരു AI ഓട്ടോമേറ്റ് ടൂളായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരാൾ ടൂളിൽ നിന്ന് കമൻറ്റ് ഇട്ടെങ്കിൽ ഇന്ന സംഭവം അവരുടെ DM ബോക്സിൽ പോകും. അപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വരെ എന്താണ് നിങ്ങൾക്ക് സെയിൽസ് കിടക്കും. സോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് കണക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് നോ കോസ്റ്റ് ആണ്, നിങ്ങൾക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഈ ഒരു സംഭവം 2020 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ സിമ്പിളായിട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യാം? നിങ്ങളെ ഗൂഗിൾ ക്രോം ബ്രൗസർ എടുക്കുക, അതിനുശേഷം Etsy എന്ന് ടൈപ്പ് ചെയ്യുക, ETSY. ഓക്കെ, അതൊരു ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരുപാട് അധികം ഫിസിക്കൽ പ്രോഡക്റ്റ് ഡിജിറ്റൽ പ്രോഡക്റ്റ് കാണാൻ പറ്റും. അത് മെയിനായിട്ട് E-book ഒക്കെയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സെർച്ച് ബാറിലേക്ക് പോവുക, അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുക. ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾ എന്താണ് ഫിറ്റ്നസ്സോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ഓക്കെ, E-book എന്നോ സ്റ്റോറി ബുക്ക് എന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് അധികം സംഭവം വരുന്നതായിരിക്കും. ലൈക്ക് നമ്മുടെ റൊട്ടീൻ വരും, അങ്ങനെ പലവരും സംഭവം വരുന്നതായിരിക്കും. സോ ആ ഒരു E-book എന്താണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലൈക്ക് ആ ഒരു E-book ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും. ആ ഒരു E-book നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾ എന്താണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ChatGPT ചെല്ലുക, അതിന് ശേഷം എന്താണ് ഈ സംഭവം കൊടുക്കുക, എനിക്ക് ഇതുപോലത്തെ ഒരു E-book ക്രിയേറ്റ് ആക്കണം, എനിക്ക് സ്റ്റെപ്പൊക്കെ പറഞ്ഞു ചോദിക്കുക. അപ്പോൾ എന്താണ് ആ ഒരു ChatGPT എത്ര പേജ് ക്രിയേറ്റ് ആക്കണം, എത്ര എമൗണ്ട് നമുക്ക് സെല് ചെയ്യണം, അതെല്ലാം പറഞ്ഞുതരും. ദെൻ നിങ്ങൾ ക്യാൻവ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ക്യാൻവയിലോട്ട് E-book ടെംപ്ലേറ്റ് അടിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ടെംപ്ലേറ്റ് വരും, ഏതെങ്കിലും ടെംപ്ലേറ്റ് എന്താണ് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എന്താണ് ആ ഒരു E-bookന്റെ കവറും ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഒക്കെ ഒരു പേജ് ബേസ് നിങ്ങൾ എന്താണ് അപ്ലോഡ് ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ആക്കിയിട്ട് സെല് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ദെൻ സെക്കൻഡ് വേ, ക്രിയേറ്റ് യുവർ ഓൺ ഡിജിറ്റൽ പ്രോഡക്റ്റ്. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ആക്കി നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ്, പക്ഷേ നിങ്ങളത് കോപ്പി അടിച്ചാൽ സെല്ലാക്കിയിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് സിമ്പിളാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ദിവസം ഒരു 1-2 അല്ലെങ്കിൽ 3-4 മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അടിപൊളിയായിട്ടൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ആക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടം പോലെ ആൾക്കാർക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുന്ന ഒരാളാണ്, അതിന് പ്രോഡക്റ്റ് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു കാറ്റഗറി ചൂസ് ചെയ്യുക. നിങ്ങൾ കോഴ്സാണോ, E-book ആണോ, അല്ലെങ്കിൽ മെന്റർഷിപ്പ് ആണോ, എന്താണ് പ്രൊവൈഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളേജ് വേണം. സോ ഇപ്പോൾ കോഴ്സ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ട്രേഡിംഗ് ആണോ അല്ലെങ്കിൽ എഡിറ്റിംഗ് കോഴ്സാണ് നിങ്ങൾ തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ A to Z കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ നമ്മുടെ CapCut ഇൻട്രോ ആണെങ്കിൽ ഇന്ന സംഭവം ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് റെക്കോർഡാക്കി അത് കോഴ്സ് രൂപം തയ്യാറാക്കി മറ്റൊക്കെ സെല് ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് DM പോയി സെല് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ട്രേഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആ കാര്യം A to Z കാര്യമെല്ലാം പഠിച്ചതിന് ശേഷം ലൈവ് മെന്റർഷിപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ നല്ലൊരു എമൗണ്ട് സെല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രേഡിംഗ് ഒക്കെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഫിനാൻസിനായിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോരോ കാറ്റഗറി, ഇപ്പോൾ ഫിനാൻസ് ആണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഒരുപാടധികം പ്രോഡക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റും. പല കാറ്റഗറിയിൽ ഒരുപാടധികം പ്രോഡക്റ്റ് നമുക്ക് ഇറക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ChatGPT ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ChatGPT കൊടുക്കുക, എന്നിട്ട് പറയാം എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് ഇറങ്ങണം, എക്സാമ്പിൾ ഞാൻ പറയാം. സോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ChatGPT ഒരു എക്സാമ്പിൾ തരും, ഒന്നല്ല കുറേ തരും. ഓക്കെ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറയാം, എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ പറയാം. ദെൻ നിങ്ങൾ എന്താണ് ക്യാൻവയിലോട്ട് പോവുക, E-book ക്രിയേറ്റ് ആക്കുക, എക്സ്പോർട്ട് ചെയ്യുക, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് സെല് ചെയ്യാൻ മതി. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ സംഭവം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അതിന് ഡെയിലി ഒരു ദിവസം ഒരു 4-5 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, സോ ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ പ്രോഗ്രാമിൽ നമ്മളുള്ള പറഞ്ഞുള്ള എല്ലാ കാര്യവും എക്സ്ട്രാ ബോണസും ടിപ്സും അതുപോലെ ഇൻസ്റ്റാഗ്രാം മെത്തേഡ്, വൈറലാവുന്ന ടിപ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു 90 days, അതായത് 90 ദിവസത്തെ ഒരു ചലഞ്ചാണ്, ഒരു പ്രോഗ്രാമാണ്. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ എക്സ്പീരിയൻസ് കൊണ്ട് റെക്കോർഡായ ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കോഡും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്, 20% ഡിസ്കൗണ്ട് കോഡ് ഉണ്ട്. ABHIRIX നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് കോഡ് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കില്ല, നിങ്ങൾക്ക് എൻ്റെ ഫുൾ സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് സജഷൻസ് തരാം, അത് നമ്മൾ ലോഞ്ച് ആകുന്നതായിരിക്കും. നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയായിട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ വേണം കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. സോ ഇതിൽ മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.